അതിനടുത്തത് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സലേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പിസ്റ്റൻ്റെ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ആക്സലേഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്റ്റിംഗ് റോഡ് ഇവിടെ എന്താണ് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് പിസ്റ്റനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഫൈ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആംഗുലാർ ആക്സലറേഷൻ വേണമെന്ന് വെക്കുക. അപ്പോൾ ആംഗുലാർ ആക്സലേഷൻ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ എന്ത് വേണം? ആംഗുലാർ വെലോസിറ്റി വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ആംഗുലാർ വെലോസിറ്റി ഓഫ് എന്ത് ചെയ്യാൻ പോവാണ്? പിസ്റ്റൺ അവിടെ കണ്ടുപിടിച്ച പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ദറ്റ് ഈസ് ഒമേഗ. അപ്പോൾ അത് നമ്മളിവിടെ പി സി എന്നാണ് നൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഒമേഗ പി സി ആണ് ഞാൻ എന്ത് ചെയ്യണം? ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈ ആണ്. അപ്പോൾ ഒമേഗ പി സി എന്ന് പറയുന്നത് ആ ഫൈയുടെ ടൈം ഡെറിവേറ്റീവ് ആണ്. ആ ഡി ഫൈ ബൈ ഡി ടി ആണ്, എനിക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇത് ഡി ഫൈ ബൈ ഡി ടി ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എന്നാണ് സൈൻ ഫൈ ഈസ് ഈക്വൾ ടു, നമുക്കറിയാവുന്ന സാധനം എന്താണ്? സൈൻ ഫൈ ഈസ് ഈക്വൾ ടു സൈൻ തീറ്റ ബൈ എൻ. ഇതാണ് ഈ എക്സ്പ്രഷൻ എടുത്താൽ മതി. സൈൻ ഫൈ ഈസ് ഈക്വൾ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഡെറിവേഷനിൽ സൈൻ ഫൈ ഈസ് ഈക്വൾ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ. ഇതിന് ഡെറിവേറ്റീവ് എടുക്കുവാണ്. ത്രൂ ഔട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഫൈ ഇൻറ്റു കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. അതായത് സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു 1/n എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് തീറ്റ ആയിരിക്കും. തീറ്റയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഡി തീറ്റ ബൈ ഡി ടി കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആണ് എന്നെനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷൻ എങ്ങനെ ആയി മാറി? കോസ് ഫൈ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇട്ടിട്ട് ഇത് നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ എഴുതിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. കോസ് ഫൈ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ എൻ ഇൻറ്റു ഇതെന്താണ്? ഒമേഗ. ഇവിടുന്ന് ഡി ഫൈ ബൈ ഡി ടി മാത്രം ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഡി ഫൈ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ് തീറ്റ ബൈ എൻ ഇവിടെ ഉണ്ട് ഇൻറ്റു ഒമേഗ ഡിവൈഡ് ബൈ ഈ കോസ് ഫൈ ഡിനോമിനേറ്റർ വന്നു. ഇനി വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ. കോസ് ഫൈ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. പക്ഷേ കോസ് ഫൈക്ക് കൊടുക്കാൻ പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ കോസ് ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഇതാണ്. അതായത് ഇതാ കോസ് ഫൈ ഈസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. നമുക്കറിയാം കോസ് ഫൈ ഈസ് ഈക്വൽ ടു നമ്മുടെ എന്താണ് എക്സ്പ്രഷൻ? ഇത് നമ്മൾ കഴിഞ്ഞ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫൈയും തീറ്റയും നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡി ഫൈ ബൈ ഡി ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ പി സി എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന സാധനം അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി കോസ് തീറ്റ ബൈ എൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട് ഇൻറ്റു എന്താണ് ഒമേഗ ഡിവൈഡഡ് ബൈ ഇനി കോസ് ഫൈയുടെ സ്ഥലത്ത് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ. കോസ് ഫൈയുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഈ ഒരു സാധനം അല്ലേ. അതായത് നമ്മൾ എന്ത് കൊടുക്കും? 1 - സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ അല്ലേ ബൈ എൻ സ്ക്വയർ ദ ഹോൾ റേസ് ടു എന്തുണ്ട്? 1/2 എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ആ സംഭവത്തിൽ നിന്ന് ഇനി നമുക്ക് അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 1/n² എനിക്ക് പുറത്തെടുക്കണം. 1/n² പുറത്തെടുക്കാൻ പറ്റില്ല. 1/n² ദ ഹോൾ റേസ് ടു 1/2 എനിക്ക് പുറത്തെടുക്കണം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാൻ പറ്റും? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഒമേഗ ന്യൂമറേറ്റർ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് 1/n², അതായത് ഇവിടെ നിന്ന് 1/n² ദ ഹോൾ റേസ് ടു 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ പുറത്ത് വരുന്ന n² പുറത്തെടുക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ n² പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ ഒരു n² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n² മൈനസ് ഇവിടെ എന്തുണ്ട്? n² അങ്ങ് പോയി, ഡിനോമിനേറ്ററിൽ n² അങ്ങ് പോയി, സൈൻ സ്ക്വയർ തീറ്റ മാത്രമേ ഉള്ളൂ. ഇതിന് മുകളിൽ എന്തുണ്ട്? ദ ഹോൾ റേസ് ടു 1/2 കൂടെ ഉണ്ട്. ഈ 1/2 ഈ 1ന് കൊടുത്താൽ 1 ആണ്. 1 റേസ് ടു 1/2 1 ആണ്. n² റേസ് ടു 1/2 എന്ത് വരും? n² ദ ഹോൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും?
എൻ 2 ഇൻറ്റു 1/2 2 ഇൻറ്റു വെട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ എന്ന് തന്നെ വരും. അപ്പോൾ ഈ സാധനം എങ്ങനെ മാറി? ഒമേഗ പി സി ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ എൻ ഇൻറ്റു ഇവിടെ ഒമേഗ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തെന്ന് വരും 1/n എന്ന് വരും. ഈ n എന്ന സ്ഥലത്ത് മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. n സ്ക്വയർ ദ ഹോൾ റേസ് 1/1/2 1 n സ്ക്വയർ ദ ഹോൾ റേസ് 1/2 n. അപ്പോൾ n ഇൻറ്റു n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 1/2 എന്ന് കിട്ടും. ഇനി ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് മാത്രം വരുത്തിയാൽ മതി. ഇപ്പോൾ 1/n എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് കുടിക്കുമ്പോഴത്തേക്ക് എന്നും എന്ത് ചെയ്ത് പോകൂടെ? ക്യാൻസൽ ചെയ്ത് പോകൂലേ? ഈ എന്നും ഈ എൻ എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഒമേഗ കോസ് തീറ്റ ന്യൂമറേറ്റർ വരും, ഡിനോമിനേറ്റർ ഇത്രയും സാധനമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗുലാർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടി. ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ ഒമേഗ പി സി ഈക്വൽസ് നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഒമേഗ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്നും വെട്ടിപ്പോയി ബാക്കിയെല്ലാം കൂടെ എഴുതി. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു എന്തുണ്ട്? 1/2 ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് ദി ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ആ കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ എന്ത് വേണം? ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. ഞാനൊരു കാര്യം കൂടെ പറയാം. പഠിക്കാൻ ഇപ്പോൾ ഡെറിവേഷൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് തോന്നും പ്രോബ്ലംസ് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, പിന്നെ ആ ഡെറിവേഷൻ കൂടെ പഠിച്ചാൽ എന്താ എന്ന് തോന്നുമ്പോൾ തിരിച്ചു വന്നാൽ മതി. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈക്വേഷൻ എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഇപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. കാര്യം നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഈക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ആംഗുലാർ acceleration of connecting rod. അപ്പോൾ അതിന് നമുക്ക് ആൽഫ പി സി എന്ന് കൊടുക്കാം. അത് ഒമേഗ പി സി എൻ്റെ വെലോസിറ്റിയാണ്, ആൽഫ പി സി എൻ്റെ ആംഗുലാർ ആക്സിലറേഷനാണ്. ഈ ആൽഫ പി സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കണം. d/dt ഓഫ് എന്ത് ചെയ്യണം? ഒമേഗ പി സി ചെയ്യണം. വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കും. ഈ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല, കാര്യം ഇൻ ടേംസ് ഓഫ് തീറ്റയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുക്കും, അതായത് d⍵/d⍵ എടുക്കും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? d⍵/dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ d⍵/dt ഒമേഗ ആയതുകൊണ്ട് ഒമേഗ ഇൻറ്റു നമുക്ക് എന്തെന്ന് എഴുതാം? d⍵/d⍵ ആണ് നമ്മുടെ എക്സ്പ്രഷൻ എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എന്താണ്? ആൽഫ പി സി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ d⍵/d⍵ മാത്രം ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ d/d⍵ ഓഫ് നമുക്ക് കിട്ടിയ സാധനം എന്താ എഴുതിക്കേണ്ടത്? ഇതെന്താണ്? ഒമേഗ കോസ് തീറ്റ. ഇത് കോഷ്യൻ റൂളാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് പഠിക്കാതിരുന്നാൽ ഇതൊന്ന് കണ്ടിരിക്കുകയെങ്കിലും ചെയ്യണം, എന്നാലേ എനിക്ക് പ്രോബ്ലം ചെയ്യുമ്പം വ്യക്തത വരത്തുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ്? ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 1/2 ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ? കോസ് തീറ്റ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് സൈൻ തീറ്റ വരും, അതവിടെ ഇട്ടു. മൈനസ് ന്യൂമറേറ്റർ ഒമേഗ കോസ് തീറ്റ അവിടെ ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് ദ ഹോൾ റേസ് ടു 1/2 കിടക്കുവാണ്. അപ്പോൾ ഇത് ഹോൾ റേസ് ടു 1/2 കിടക്കുന്നതുകൊണ്ട് 1/2 ഇത് അതായത് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ 1/2 മൈനസ് 1 ഇവിടെ എടുക്കുമ്പോൾ എന്ത് കിട്ടും? -1/2 കിട്ടും. ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കൂടുതൽ ബേസിക്സിലേക്ക് പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഒരുപാട് ലെന്തായി പോവും. അറിയാമല്ലോ, ഇത് x⁻n ഫോം, അതായത് n(x⁻n-1) അതാണ് ഡെറിവേറ്റീവ് എടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു എക്സിന് പകരം ഈ ഒരു ടേം ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരും. ഇൻറ്റു n സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും?
സോറി ഇത് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ ഇവിടെ സ്ക്വയർ ഉണ്ടേ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വീണ്ടും എക്സ് സ്ക്വയർ ഫോം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മൈനസ് ഓഫ് 2 ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് എടുക്കണം. 2 ഇൻറ്റു എക്സ് റൈസ് ടു n-1 ഫോം എടുക്കണം. അപ്പോൾ 2 ഇൻറ്റു സൈൻ തീറ്റ റൈസ് ടു 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇൻറ്റു എന്തും കൂടെ വരും? കോസ് തീറ്റയും കൂടെ വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എടുക്കുമ്പം ദ ഹോൾ റൈസ് ടു 1/2 അങ്ങ് പോകുമല്ലേ. അപ്പോൾ n സ്ക്വയർ മൈനസ് എന്ത് മാത്രം വരും? സൈൻ സ്ക്വയർ തീറ്റ മാത്രം വരും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് അധികം റൂട്ടിലേക്ക് പോയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ആ ഒരു എങ്ങനെയാണ് വന്നതെന്ന് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് വന്ന് ഈ ചാടാനായിട്ട്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിനി റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് കോമൺ ആയിട്ട് എടുക്കാൻ വല്ലതും ഉണ്ടായി. ഒമേഗ 2 സ്ഥലത്തും ഉണ്ട്. പിന്നെ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഒമേഗ എന്തായാലും കോമൺ ആയിട്ട് എടുക്കും. ഒമേഗ ന്യൂമറേറ്ററിൽ 2 ഒമേഗയുണ്ട്. പിന്നെ ബാക്കി ഞാൻ എഴുതി നോക്കിയാലേ ഒരു അറിയത്തുള്ളൂ എന്തൊക്കെയാണെന്ന്. n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു മൈനസ് എന്ത് വരും? സൈൻ തീറ്റ. അതിവിടെ ഓൾറെഡി ഉണ്ട്. മൈനസ് ഓഫ് ഇനി ഇവിടെ 1/2 ഈ 1/2ൽ 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇവിടെ ഒരു മൈനസ് ഓഫ് കിടക്കുന്നു. ഇവിടെ ഒരു മൈനസുകൾ എന്താവും? പ്ലസ് ആവും. പിന്നെ മൾട്ടിപ്ലൈഡ് ആണല്ലോ. പിന്നെ പ്ലസ് ഓഫ് ഈ സംഭവം ഞാൻ ആദ്യമേ എഴുതുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അങ്ങ് പറഞ്ഞു കിട്ടും. n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു -1/2 ആദ്യമേ എഴുതി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ ആദ്യമേ എഴുതി വെച്ചു. പിന്നെ ഉള്ളത് ഒമേഗ അങ്ങ് കോമൺ പോയി. പിന്നെ ഉള്ളത് ഒമേഗയും ഞാൻ എഴുതി വെച്ചു, അപ്പോൾ കോമൺ പോയി. പിന്നെ ഉള്ളത് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ അതെന്താവും? സൈൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയാവും. സൈൻ തീറ്റ ഇൻറ്റു എന്തെന്ന് വരും? കോസ് സ്ക്വയർ തീറ്റ എന്നാവും. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ദ ഹോൾ ഡിവൈഡഡ് ബൈ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇനി എന്തെങ്കിലും ആണ്. ഇവിടെ ഒരു സൈൻ തീറ്റ, ഇവിടെ ഒരു സൈൻ തീറ്റ. ഈ മൈനസ് സൈൻ തീറ്റ ഞാനിങ്ങ് പുറത്തെടുക്കാൻ പോവാം. ഓക്കെ, മൈനസ് സൈൻ തീറ്റ പുറത്തെടുക്കുവാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ വരും. അപ്പോൾ മൈനസ് ഓഫ് ഒമേഗ ഇൻറ്റു എന്ത് വന്നു? സൈൻ തീറ്റ വന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ സൈൻ തീറ്റ പുറത്തെടുത്തു, മൈനസ് സൈൻ തീറ്റ പുറത്തെടുത്തു. അപ്പോൾ ബാക്കിയുള്ള ഇത്രയാണല്ലോ. അത് ഫസ്റ്റ് ടേമിൽ n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 1/2 ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് മൈനസ് സൈൻ തീറ്റ പുറത്തെടുത്തുകൊണ്ട് ഇവിടെ ഒരു പ്ലസ് മാറി. ഇവിടെ എന്ത് വരണം? മൈനസ് വരണം. ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ എന്തായാൽ മതി? പ്ലസ് ആയാൽ മതി. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു -1/2 ഇൻറ്റു എന്തെന്ന് വരും? കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. എന്നിട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ ഒരു ടേം, അതായത് നമ്മുടെ ഈ ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? പുറത്ത് കൊണ്ടുവരാൻ പോകാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 1/2 ആണ്. ഇവിടെ n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു -1/2 ആണ്. ആക്ച്വലി ഈ സാധനം ഡിനോമിനേറ്റർ കിടക്കുന്നത് 1/n സ്ക്വയർ മൈനസ് സൈൻ 1/n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സാധനം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? മൈനസ് ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഇതങ്ങ് പുറത്തേക്ക് വരുമ്പം n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു -1/2 പുറത്ത് വന്നു. അപ്പോൾ -1/2 പുറത്ത് വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനെ നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. -1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇതേ ടേം n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഞാനവിടെ എഴുതാം, അല്ലാതെ കൺഫ്യൂഷൻ ആവും. n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 1/2 ആണ്. അപ്പോൾ അതിനെ ഈ ഒരു ടൈം പുറത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? n സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു -1/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൈനസ് അപ്പുറത്ത് എന്ത് മാത്രം കിടപ്പുണ്ട്? കോസ് സ്ക്വയർ തീറ്റ മാത്രം കിടപ്പുണ്ട്. ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? പുറത്ത്
എൻ സ്ക്വയർ മൈനസ്, അപ്പം ഈക്വൽ ടു ഞാൻ ഇവിടെ ഇടാം, എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കാണുമ്പോൾ വലിയൊരു സംഭവം എന്നൊക്കെ തോന്നും. അതുകൊണ്ട് ഇനി ഈ സാധനത്തിനെയും കൂടെ ഞാനിങ്ങ് ഡിനോമിനേറ്റർ ഇടുവാണ്. ഇതിനെയും കൂടെ നമ്മളിന്ന് ഡിനോമിനേറ്റർ ഇടുക. ഡിനോമിനേറ്റർ കൊണ്ടുവന്നാൽ ഇത് -1/2 എന്ന് പറഞ്ഞാൽ +1/2 ആവൂലേ. അപ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ. ഡിനോമിനേറ്ററിൽ എന്ത് വരുമെന്ന് നോക്കണേ. എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 1 ഇവിടെ ഉണ്ട്. 1 ഇത് താഴെ വരുമ്പോഴത്തേക്ക് +1/2 ആവും. +1/2 ആകുമ്പോൾ a/m+n 3/2 എന്ന് വരും. ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഇത് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ട്? മൈനസ് ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ അവിടെ ഉണ്ട്. ഇൻറ്റു നമുക്ക് കിടക്കുന്ന ഇതങ്ങ് ന്യൂമറേറ്റർ പോകും. ഇത് ന്യൂമറേറ്റർ കൂടുമ്പോൾ 1/2 + 1/2 1 വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് മാത്രം വരും. മൈനസ് എന്തെന്ന് വരും? കോസ് സ്ക്വയർ തീറ്റ എന്നും വരും. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? മൈനസ് ഒമേഗ സൈൻ തീറ്റ ഇൻറ്റു ഇനി ഇവിടെ നിന്ന് മൈനസ് അങ്ങ് കോമണ്ട് എടുത്ത മൈനസ് അങ്ങ് ബ്രാക്കറ്റ് കോമണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് ഒരു മൈനസ് ഇവിടെ നിന്ന് ഒരു മൈനസ് കോമണ്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബ്രാക്കറ്റിനകത്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി കൂടെ ഈ ഒരു ടേമിന് ചേർത്ത്. ഡിനോമിനേറ്ററിൽ എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു എന്തുണ്ട്? 3/2 ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിപ്പോയി? 1 ആയിപ്പോയി. അപ്പോൾ 1 ആയി പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ ആൽഫ പി സി ഈക്വൽസ് മൈനസ് ആൽഫ പി സി അല്ല, ആൽഫ പി സിയിലേക്ക് എത്തിയില്ല. ആൽഫ പി സി ഈക്വൽ ടു എത്തിയില്ല. d⍵/d⍵ ഈക്വൽസ് എന്ത് കിട്ടും? മൈനസ് ഒമേഗ സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ എന്ത് വരും? ന്യൂമറേറ്ററിൽ എൻ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിൽ എന്ത് തന്നെ കിടക്കുക? എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു എന്ത് കിടപ്പുണ്ട്? 3/2 കിടപ്പുണ്ട്. ദിസ് ഈസ് d⍵/d⍵. വാട്ട് ഈസ് ആൽഫ പി സി? ആൽഫ പി ദിസ് ω/d⍵ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ഒമേഗ. അപ്പോൾ ഇൻറ്റു ഒമേഗ കൂടെ ചെയ്ത് ആൽഫ പി സി ചെയ്താലല്ല. അപ്പോൾ ഇവിടെ ഒമേഗയുടെ സ്ഥലത്ത് എന്ത് വരുമെന്നേ ഉള്ളൂ? ഒമേഗ സ്ക്വയർ വരുമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയല്ലേ. അപ്പോൾ ഡയറക്റ്റ് ആ ഇക്വേഷൻ നമ്മൾ അടുത്ത പേജിൽ എഴുതാൻ പോവാണ്. ആൽഫ പി സി ഈസ് ഈക്വൽ ടു, അതായത് ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് പി സി കണക്റ്റിംഗ് ലോഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ദ ഹോൾ റേസ് ടു 3/2. അപ്പോൾ ഇങ്ങനെയാണ് 4 എക്സ്പ്രഷൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് ഡോട്ട്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് ഡോട്ട്. ആൻഡ് ദിസ് വൺ ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ ആക്സിലറേഷൻ ആണ്, linear acceleration of piston, and this is the expression for velocity of linear velocity of piston. അപ്പോൾ ഈ 4 സാധനങ്ങൾ velocity of piston, acceleration of piston, പിന്നെ ഇവിടെ വരുമ്പം നമ്മൾ ആംഗുലാർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ്, ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ഇങ്ങനെ 4 എക്സ്പ്രഷൻസ് ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് പ്രോബ്ലംസ്, അനലിറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ആദ്യമായി. ഇതെല്ലാം നമുക്ക് വേണ്ടത്, നമുക്ക് ആക്സിലറേഷൻ മാത്രമായതേ ഉള്ളൂ. വി ഹാവ് ടു നോ ദ ഫോഴ്സ് അനാലിസിസ്, വി ഹാവ് ടു ഡു ദ ഫോഴ്സ് അനാലിസിസ്. സോ നൗ വി ഹാവ് ടു സ്റ്റഡി ദ ഫോഴ്സസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഈച്ച് ലിങ്ക് ഓഫ് എ സ്ലാർക്ക മെക്കാനിസം. അപ്പോൾ ഇതിൽ ഓരോ ലിങ്കിലും ആക്ട് ചെയ്യുന്ന എന്താണ് ഡിഫറെൻറ്റ് ഫോഴ്സസിനെ കുറിച്ച് അറിയണം. എന്നിട്ട് ഫോഴ്സസിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ആ ഫോഴ്സസ് എന്ത് ചെയ്തെടുക്കാനായിട്ട്, സോൾവ് ചെയ്തെടുക്കാനായിട്ട്. ആക്ച്വലി നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കാനിരുന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പം പക്ഷേ അതേസമയം ഒരാളുടെ ഹെൽപ്പ്, ഈ ഒരു ഡെറിവേഷൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് ഡെറിവേഷൻ ഇതേപോലെ കാണാതെ പഠിച്ച് അത് ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധവും ബുദ്ധിയൊന്നുമില്ല. ചെയ്താൽ നല്ലത്, ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഡെറിവേഷൻ, ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തിരുന്നതിൽ നമുക്ക് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒറ്റ വീഡിയോയിൽ തന്നെ പറയാൻ പറ്റും ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളത്. ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൽ ഒറ്റ വീഡിയോയിൽ തീരും. പിന്നെ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡെറിവേഷൻസൊക്കെ ചെയ്ത് ഒരു തവണയെങ്കിലും ചെയ്ത് പഠിച്ച ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂസൊക്കെ കറക്റ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതാണ് ഈ ടോപ്പിക്ക് പഠിക്കാൻ ആദ്യം വേണ്ടത്.
എന്ത് ചെയ്യുക, ഡെറിവേഷൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫോഴ്സ് ആൻഡ് ടോർക്ക് അനാലിസിസ് ഓഫ് 4 ബാർ സ്റ്റാർട്ടർ മെക്കാനിസം ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. വെലോസിറ്റി ആക്സലറേഷൻ കണ്ടുപിടിക്കുക, അല്ലാതെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് അടുത്ത ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.